ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഹൈദരാബാദിലെ എൻ്റെ മെമ്മറീസ്. ഞാൻ അവിടെ ചെന്നതിന് ശേഷമുള്ള എൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ വീഡിയോസ് അല്ലെങ്കിൽ ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കയ്യിൽ ഓരോ മൊമെൻറ്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പം ആ ഒരു സാഹചര്യത്തിന് ഒത്തിരി കഥകൾ നമ്മളോട് പറയാനുണ്ടാവും അല്ലേ. അപ്പം എൻ്റെ കയ്യിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം കൂടെ ഞാൻ ക്ലബ് ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആക്കിയേക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡ് 3, അതായത് നമ്മുടെ കമ്പനി ബിൽഡിങ്ങിന് ഓപ്പോസിറ്റുള്ള സൈഡ് 3 നമ്മൾ ചുമ്മാ ഒരു വാക്കിങ്ങിന് പോവാണ്. ഒത്തിരി നാളുകൾക്ക് മുമ്പ് പോയ ആ ഒരു ടൈമിൽ ഞാനതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുകൂടാതെ ഞാൻ മൈൻഡ് സ്പേസിൻ്റെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതായത് ഒത്തിരി പേര് ഹെൽത്ത് കെയറിലുള്ളതും സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഹൈദരാബാദൊക്കെ ഒത്തിരിയധികം ലക്ഷക്കണക്കിന് വേക്കൻസീസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ മൈൻഡ് സ്പേസ് എവിടെയാണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, കമ്പനികൾ എങ്ങനെയാണെന്നുള്ള ഏകദേശം ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പ്ലേലിസ്റ്റ് ഹൈദരാബാദ് എന്നുള്ളതിനകത്ത് മൈൻഡ് സ്പേസിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനിയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഓപ്പോസിറ്റുള്ള ബിൽഡിങ്. അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സൈഡ് 3 ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. എൻ്റെ ടീംമേറ്റ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇല്ല, ഞങ്ങൾ ലേഡീസ് മാത്രം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇന്ന് വർക്ക് കുറവായിരുന്നു, ഇന്നല്ല. അപ്പോൾ വർക്ക് കുറവായിരുന്നു, ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്ത് നടക്കാനൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് സൈഡ് 3 കുറച്ച് നേരം ഒന്ന് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി നടക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള സുസ്മിത, അവൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്. എപ്പോഴും എല്ലാ മൊമെൻറ്റ്സും അവൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തൊരു ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു റീൽ ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് 1-2 റീൽസൊക്കെ എടുത്തു. അപ്പം അതിൻ്റെയൊക്കെ ഓർമ്മകൾ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ആ ഓർമ്മകളാണ് ഇവിടെ വന്നത്. ഞങ്ങൾ റീൽസ് എടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ, നമ്മൾ കണ്ട് നിന്ന് പോകും. അപ്പം വെയിൽ മാറുന്നതനുസരിച്ച് വെള്ളത്തേലോട്ട് വെയിൽ തട്ടുമ്പോൾ ഉള്ള ആ ഒരു ഗ്ലേസിങ്ങും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമുക്ക് കുറേ നേരം നമ്മളോട് നോക്കി നിന്ന് പോകും. അപ്പം ഈ സൈഡ് 3 ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. കമ്പനിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്കുള്ളത്. ഇവിടെ കളിക്കാനൊക്കെ ആണെങ്കിൽ ഒത്തിരിയധികം ഗെയിമുണ്ട്. ചെസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെസ് ബോർഡിൽ കളിക്കുന്നതല്ലേ, അതല്ലാതെ ഫ്ലോറിൽ ചെസ്സിൻ്റെ കളങ്ങൾ വരച്ച് ചെസ്സിൻ്റെ ഓരോ ഇതില്ലേ, അതായത് കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ. ഞാൻ ചെസ്സ് കളിക്കാറില്ല, അപ്പോൾ എനിക്കതിന് പറഞ്ഞു തരാൻ അറിയത്തില്ല. ആ സംഭവങ്ങളെല്ലാം ശരിക്കും സിമെൻറ്റിൽ വാർത്തിട്ട് ഉള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ആ ഫ്ലോറിൽ തന്നെ നമുക്കതിങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ആ രീതിയിലാണ് അവിടെ ചെസ്സ് കളിക്കാനുള്ള ആ പ്ലേ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ളത്, ക്രിക്കറ്റ് കളിക്കാനോ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പാർക്കിലുണ്ട്. പകൽ ഇത്രയധികം ഭംഗിയാണെങ്കിൽ രാത്രിയിൽ ഇതിലേറെ ഭംഗിയാണ് കേട്ടോ. രാത്രി ടൈമിൽ ഒരു തവണയും ഞാൻ കണ്ടിട്ടുള്ളൂ. അത് എനിക്കന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടി ആ തണലത്തോട്ട് പോകുവാണ്. അപ്പോൾ ഒത്തിരിയധികം ഓർമ്മകൾ ഹൈദരാബാദിൽ. ഏകദേശം 8 മാസത്തോളം ഞാൻ ഹൈദരാബാദ് ഉണ്ടായിരുന്നു. കാലാവസ്ഥയുടെയും ഫുഡിൻ്റെയും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ഹൈദരാബാദ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഒത്തിരിയധികം ഫ്രണ്ട്സ് കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഹൈദരാബാദിലെ എൻ്റെ ഫ്രണ്ട്സ്. കാരണം കൾച്ചർ ഡിഫറൻസ് ഉണ്ട്, ലാംഗ്വേജ് ഡിഫറൻസ് എല്ലാം ഉണ്ട്, ഒത്തിരി ബാരിയറുകളുണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ. പക്ഷേ എങ്കിലും നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ്, കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഇത് എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പേരുടെ അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെച്ചാൽ ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ഇമ്പ്രഷനോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിലോട്ട് ചെന്നത് തന്നെ. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ഇതായിട്ട് ഒരു അപ്രോച്ചാണ് എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയത്. നല്ലൊരു കെയറിങ് ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മലയാളി കുട്ടിയാണ്, കെസിയാണ്. കെസി എൻ്റെ നമ്മുടെ വീഡിയോസിനകത്തുണ്ട്.
കുറച്ച് 1-2 മാസം മാത്രമേ ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളൂ. അത് കഴിഞ്ഞപ്പം അവൾ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. പിന്നെ എങ്കിലും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് കോൾക്കൊണ്ട പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അവൾ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഒത്തിരി നല്ലൊരു മൊമെൻറ്റ്സ് കെസി ആയിട്ടും ഉണ്ടായിരുന്നു. ഇത് എൻ്റെ റൂംമേറ്റ്സാണ്, രേണുവും കീർത്തനയും. ഞാൻ നാട്ടിലോട്ട് വരുന്നതിൻ്റെ 1-2 മാസം മുന്നേ കീർത്തന ഹോസ്റ്റലിൽ മാറി വേറൊരു സ്ഥലത്തോട്ട് പോയി. രേണു അതിന് ഒരു 3 മാസം മുൻപ് അവൾ വേറെ സ്ഥലത്തോട്ട്, ഉപ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി. പക്ഷെ അവരെല്ലാം നല്ല കുട്ടികളായിരുന്നു. ഇത് ഞങ്ങളുടെ O360 മറ്റ് അംഗങ്ങളാണ്, ഞങ്ങളുടെ ടീമിലുള്ളവരല്ല. ഞങ്ങൾ പുറത്ത് പോയി തിരിച്ച് വന്നപ്പോഴത്തേനും എല്ലാവരും കൂടെ ടീ ബ്രേക്കിന് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് ഇത്. ഞങ്ങളുടെ ടീമിലുള്ള അംഗങ്ങളും ഇല്ലാത്ത ആളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഫംഗ്ഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ എന്തെങ്കിലും പർട്ടിക്കുലർ ഡേയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുമ്പോൾ എടുക്കുന്ന ഫോട്ടോസാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കൂടുതൽ ഒത്തിരി അധികം ഫോട്ടോസുണ്ട് സിമിലർ ആയിട്ടുള്ള. അപ്പോൾ അതെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ഫോട്ടോസ് മാത്രം. അതിനകത്ത് പർട്ടിക്കുലറായിട്ട് കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. ഇതെൻ്റെ ടീംമേറ്റ്സാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കഫറ്റേരിയയാണ്, ലഞ്ചിനും ടീ ബ്രേക്കിനും ഒക്കെ വരുന്ന കഫറ്റേരിയ. അപ്പോൾ ഇത് സുസ്മിതയുടെ ഫ്രണ്ട്സിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരല്ല, തൊട്ടടുത്ത മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന സുസ്മിതയുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം ഔട്ടിങ്ങിന് പുറത്ത് പോയാൽ അതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലുണ്ട്. പിന്നീട് ഞാൻ റൂം മാറിയപ്പോൾ ഉണ്ടായിരുന്ന ആ റൂമിലെ ഫ്രണ്ട്സാണ് ഇവർ 3 പേരും. ഇവരല്ല ഇതിന് തൊട്ട് മുൻപ് കണ്ടത് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു ദിവസം ഓഫീസിൽ ഫങ്ഷൻ വന്നപ്പം ട്രഡീഷണൽ വിയറിൻ്റെ ഒരു ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സാരിയൊക്കെ ഉടുത്ത് വന്നിട്ടുള്ള ഒരു ദിവസത്തെ ഫോട്ടോയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് ഞങ്ങളുടെ ടീംമേറ്റ്സ് എല്ലാവരുമാണ്. കുറച്ച് പേർക്ക് സാരി ഉടുക്കാൻ ഷൈ ആയിരുന്നു, അങ്ങനെയുള്ളവർ സാരി ഉടുത്തിട്ടില്ല. കുറച്ച് പേര് മാത്രമേ സാരി ഉടുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഞങ്ങൾ ടീംമേറ്റ്സ് എല്ലാവരും കൂടെ, പെൺകുട്ടികളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാം എടുക്കുന്ന ഫോട്ടോസാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഞങ്ങളുടെ ടീമിലുള്ള കുറച്ച് പേര് ഒരേ കളറിലുള്ള ഡ്രസ്സ് ഒരു ദിവസം ഇട്ടിട്ട് വന്നു. ഒരു ഗ്രേപ്പ് കളർ ഡ്രസ്സ് ഞങ്ങൾ ഏകദേശം 4-5 പേര്, ടീമിൽ അധികം അംഗങ്ങളില്ല, 7 പേര് 12 പേരും കണ്ടേ ഉള്ളൂ. ആ ടീമിലെ ഏകദേശം 4-5 പേര് ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അന്നെടുത്ത ഫോട്ടോസാണ്. ആ കഥ പറഞ്ഞിട്ട് കുറേ ഫോട്ടോകൾ ഇങ്ങോട്ട് മുന്നോട്ട് പോന്നു. ഞാൻ ആ പറഞ്ഞ ഫോട്ടോയുടെ അവിടെയാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ ആ കഥ. ഇത് ക്രിസ്മസിൻ്റെ സമയത്തുള്ള ഫോട്ടോസാണ്. ക്രിസ്മസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള അന്നത്തെ കേക്ക് കട്ടിംഗ് ആണിത്. ഏകദേശം ആ മാസത്തിൻ്റെ അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു, 30-ാം തീയതി. അപ്പം എന്നാൽ ക്രിസ്മസിൻ്റെ ആ ടൈം, ക്രിസ്മസിന് തൊട്ട് മുൻപായിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ് നടത്തിയതാണ്. അന്നത്തെ ആ ഒരു എന്താ പറയുക, എല്ലാവരും കൂടെ ടീംമേറ്റ്സ് എല്ലാവരും റെഡ് കളറും വൈറ്റ് കളർ ഡ്രസ്സ് കോമ്പിനേഷൻ ഇട്ട് വന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഇത്. അതുകൊണ്ട് ഒത്തിരിയധികം കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാ ഫോട്ടോസും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം സിമിലർ ആയിട്ടല്ലേ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു കഥയുണ്ട് പറയാൻ. അതായത് നമുക്ക് ക്രിസ്മസിന് എന്താ പറയുക, സീക്രട്ട് സാന്ത നമുക്കൊരു ഗിഫ്റ്റ് തരുമല്ലോ. അങ്ങനെ എനിക്ക് എൻ്റെ മാനേജർ കിഷോറണ്ണ എൻ്റെ ഹോസ്റ്റൽ അഡ്രസ്സിലോട്ട്, കിഷോറണ്ണയ്ക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ അഡ്രസ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജർമാർക്ക് അറിയാൻ പറ്റും, അവർ നമ്മൾ മേടിച്ച് വെക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയും. അപ്പോൾ കിഷോറണ്ണ എൻ്റെ ഹോസ്റ്റലിൻ്റെ അഡ്രസ്സിലോട്ട് ഒരു സീക്രട്ടായിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട്, നമുക്ക് ഓൾറെഡി ഓഫീസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷേ എൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ എനിക്ക് ഒരു സീക്രട്ടായിട്ടൊരു ഗിഫ്റ്റ്, കാരണം ഞാൻ കേരളത്തിൽ നിന്ന് ഇത്രയും വിട്ട് തന്നെ നിൽക്കുന്നതും എപ്പോഴും എനിക്ക് വിഷമങ്ങളൊക്കെ ആയിരുന്നു തന്നെ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്കൊരു ഗിഫ്റ്റ് ഹോസ്റ്റലിലോട്ട് അയച്ച് തന്നതാണ് നിങ്ങൾ കണ്ട ആ ഫോട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. ഒത്തിരി സന്തോഷം തന്ന ഫോട്ടോയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇരുന്ന ഒരു 25-ാം തീയതി രാവിലെ എനിക്ക് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലെത്തിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. താഴെ പോയി നോക്ക്, ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് ഗിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ആണ് എൻ്റെ അഡ്രസ്സിൽ ഒരെണ്ണം വന്ന് കിടക്കുന്നുമുണ്ട്.
ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതുപോലെ കിഷോറണ്ണ അയച്ച ഗിഫ്റ്റാണ്. അതെനിക്ക് എൻ്റെ ലൈഫിലെ തന്നെ സീക്രട്ട്, ശരിക്കും സീക്രട്ട് സാന്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീക്രട്ട് സാന്ത ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആ ദിവസം നമുക്കറിയാം നമുക്ക് ഇന്ന ഒരു ഗിഫ്റ്റ് ആരെങ്കിലും തരും. ആ തരുന്ന ആരെ അറിയത്തില്ല, പക്ഷേ നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ എനിക്ക് ശരിക്കും സീക്രട്ടായിട്ട് തന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന ഒരു ദിവസം എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എൻ്റെ ലൈഫിലെ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത്. അങ്ങനെ ഒത്തിരി ഉണ്ട് കഥകൾ പറയാൻ. ഒരുപാട് ഫോട്ടോസ് കയ്യിലുണ്ട്. ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊക്കെ കഥകൾ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഫോണിലെ മെമ്മറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനിതെല്ലാം കളയും കുറേയൊക്കെ. പക്ഷേ ആ മെമ്മറീസ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത്. അതാവുമ്പോൾ എനിക്ക് നിങ്ങളോടും പറയാൻ പറ്റും, അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടി എനിക്ക് കാണാനും പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.